വെള്ളാപ്പള്ളി സാറിന്റെ വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനകൾക്കെതിരെ ശ്രീ KC വേണുഗോപാൽ ഇതെടുത്തു പറയുന്നതിന്റെ കാര്യം ശ്രീ KC പലപ്പോഴും സ്ട്രോങ് ആയ നിലപാടുകൾ എടുക്കുന്നില്ല എന്ന് പലരും വിമർശിക്കാറുണ്ട്. ചിലർ മുസ്ലിം വിരുദ്ധനാണെന്ന് പോലും ശ്രീ KC വേണുഗോപാലിനെ കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ശ്രീ KC വേണുഗോപാൽ ശക്തിയുക്തം ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ തെറ്റായ നിലപാടുകളെ വിമർശിക്കുകയും വിഷം ചീറ്റരുത് എന്ന് പറയുകയും ചെയ്തു. നമുക്ക് വെള്ളാപ്പള്ളി സാറിന്റെ സ്ട്രാറ്റജി എന്താണെന്നും കൂടിയാണ് നമ്മൾ നോക്കുന്നത്. തുടങ്ങി കഴിഞ്ഞിട്ടേ ഉള്ളൂ, നാളെ സത്യപ്രതിജ്ഞയാവുന്നുള്ളൂ. വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വിഷം ചീറ്റുന്ന പ്രസ്താവനകളൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യം സംശയം വേണ്ട. നമ്മുടെ നാട്ടില് വർഗീയത ഇളക്കി വിട്ടാൽ അതിനെ ജനം അംഗീകരിക്കില്ല എന്നതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം. അതുകൊണ്ട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ തന്നെ ലീഗിനെ പിടിച്ച് ആക്രമിക്കുന്ന ശൈലി അത് നാട്ടിൽ സ്പർദ്ധ വളർത്താനുള്ള മനഃപൂർവ്വമുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. നല്ല ഉദ്ദേശമല്ല. എനിക്കറിയാനുള്ളത്, എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു സർക്കാർ വന്നു, പുതിയ സർക്കാർ വന്നു, ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജനങ്ങൾ കാത്തിരിക്കുന്ന ഇപ്പം എന്താണ്? ഇത്തരം തമാശകൾക്കല്ല, നാടിന് മാറ്റം ഉണ്ടാക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്താണ് നടക്കാൻ പോകുന്നുള്ളതാണ് ജനം കാത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് UDF ഗവൺമെന്റ്. അതിനുള്ള സമയം കൊടുക്കണം, അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കി കത്തിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കാനല്ല ഇത്തരക്കാർ ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് എനിക്ക് അവരോട് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാനുള്ളത്. കേരളം അവർക്ക് പറ്റുന്ന സാഹചര്യമുള്ള നാടല്ല. ഇത് നാട്ടിൽ സ്നേഹവും സൗഹാർദ്ദവും വളരുന്ന നാടാണ്. വളരെ സ്ട്രോങ് ആയി തന്നെ ശ്രീ KC വേണുഗോപാൽജി ആ നിലപാട് പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ്. ശ്രീ VD സതീശൻജിയും അതേപോലെ തന്നെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സെക്യുലർ ക്രെഡൻഷ്യൽസോ അല്ലെങ്കിൽ ബഹുസ്വര ക്രെഡൻഷ്യൽസിനോ ഒരു സംശയവും വേണ്ട. അദ്ദേഹം ആദ്യം തന്നെ ശ്രീരത്നവാസ ക്ഷേത്രത്തിൽ പോയി, എന്നിട്ട് ക്ലിമിസ് തിരുമേനിയെ ചെന്ന് കണ്ടു, ലീഗിന്റെ പാണക്കാട് അവിടെ പോയി കണ്ടു. അപ്പോൾ എല്ലാവരെയും അങ്ങനെ കാണുന്ന, എല്ലാവരിലേക്കും റീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് നമുക്ക് പലപ്പോഴും അറിയാം. ഇനിയും വെള്ളാപ്പള്ളി സാറിൻ്റെ കാര്യം, വെള്ളാപ്പള്ളി സാറിൻ്റെ യഥാർത്ഥത്തിൽ ഇനിയും വരും ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ ആ തൊടുപുഴയിൽ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ലീഗിൻ്റെ യൂത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റ് തന്നെയാണ്. അതൊരു അവസരമായി എടുത്ത് പരമാവധി പ്രകോപനം കൂടുതൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പലരും ചെയ്യുന്നത്. അങ്ങനെയാണ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ അടക്കം കോലം കത്തിച്ചത്, തിരിച്ച് വെള്ളാപ്പള്ളി സ്ഥാനത്ത് കോലം കത്തിച്ചത്. അങ്ങനെ ഇത്രയും മുതിർന്ന നേതാക്കളാണ്. ഇവിടെ ആരുടെയും കോലം കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ പ്രകോപനമായിട്ടെന്നുള്ളത് വെള്ളാപ്പള്ളി സാറിൻ്റെ ഒരു തന്ത്രമാണ്, സ്ട്രാറ്റജിയാണ്. വെള്ളാപ്പള്ളി സാറിനെ അറിയുന്നവർക്കറിയാം. അത് അദ്ദേഹത്തോട് എന്താ പറയണേ, ബഹുമാനക്കുറവോ മോശമായിട്ടൊന്നും പറയുന്നതല്ല. ഇത് കേൾക്കുന്നത്, ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് പരിചയമുള്ളവരും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും എല്ലാം ഉള്ളിൽ ചിരിക്കും. വെള്ളാപ്പള്ളി സാറിന് ശരിക്കും ഈ മുസ്ലിം വിരോധമൊന്നുമില്ല. വെള്ളാപ്പള്ളി സാർ പലപ്പോഴും ഒരു സ്ട്രാറ്റജി ആയിട്ട് ഇത് യൂസ് ചെയ്യുകയും SNDPയുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി മുസ്ലിം വിരോധം യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ പുതിയ മന്ത്രിസഭ വരുമ്പോൾ സമ്മർദ്ദം ചെലുത്താനായിട്ട് യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. വെള്ളാപ്പള്ളി സാറിന് ഉള്ളിൻ്റെ ഉള്ളിൽ മുസ്ലിം വിരോധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് ശരിയാക്കാമായിരുന്നു. ഉണ്ടെങ്കിൽ നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുകമ്പ ദശകം, അതിൽ മനോഹരമായൊരു വരിയുണ്ട്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പയെക്കുറിച്ച് പറയുന്നത്, അനുകമ്പയാണ് ഈ ലോകത്തെ എങ്ങനെ നയിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അനുകമ്പയെക്കുറിച്ച് ചോദിക്കുന്ന അനുകമ്പ ദശകത്തിൻ്റെ 7ാം പാരഗ്രാഫിൽ ഏറ്റവും മഹത്തരമായ റെഫറൻസുകളാണ് കൊടുത്തിരിക്കുന്നത്. കരുണയെക്കുറിച്ച്, അനുകമ്പയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ, ഇതിലേതാണ് കരുണ എന്നാണ്. അല്ലെങ്കിൽ ഇതെല്ലാമാണ് കരുണ എന്നാണ് അദ്ദേഹം. അനുകമ്പ, കരുണ, ആ അനുകമ്പയും കരുണയും ഒക്കെ പ്രഖ്യാപിക്കേണ്ട അല്ലെങ്കിൽ പ്രഘോഷണം ചെയ്യേണ്ട ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിൻ്റെ വെള്ളാപ്പള്ളി നടേശൻ സാർ പലപ്പോഴും വർഗീയതയുടെ പാതയിലേക്കും വിദ്വേഷത്തിൻ്റെ പാതയിലേക്കും പൊളിറ്റിക്കൽ കൺസോൾട്ടേഷന് വേണ്ടി പോകുന്നത് കാണുന്നതാണ് വലിയ വിഷമം. ഈ ജെനുവിനായിട്ടുള്ളൊരു വർഗീയവാദിയല്ല അദ്ദേഹം. അതാണ് എൻ്റെ തമാശ. വെള്ളാപ്പള്ളി സാറിന് അങ്ങനെ ജെനുവിനായിട്ട് മുസ്ലിം വിരോധമോ ക്രിസ്ത്യൻ വിരോധമോ ഒന്നുമില്ല. അദ്ദേഹം പലപ്പോഴും ഒരു സ്ട്രാറ്റജി എന്ന രീതിയിൽ, ഒരു തന്ത്രമെന്ന രീതിയിൽ പയറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാതയിൽ അദ്ദേഹത്തിന് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെള്ളാപ്പള്ളി സാറിൻ്റെ ഊർജ്ജവും ആർജവും സംഘാടന മികവും ഒക്കെ നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈൻ കുറേ കൂടെ നന്നായി, ഇൻക്ലൂസീവായി, ബഹുസ്വരമായി, മതസൗഹാർദ്ദമായി, ശ്രീനാരായണ ഗുരുദേവൻ്റെ പാതയിൽ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്ന ഒരു പാതയാകട്ടെ. കാര്യം ഇനിയും വരും കാലഘട്ടങ്ങളിൽ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും എല്ലാം കൂടി ഒരുമിച്ചാണ് ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരുടെയും ഇക്വേഷനാണ്. നിരന്തര വർഗീയത നമ്മുടെ വികസനത്തെ തടയും, അനാവശ്യ വിവാദങ്ങളുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും. പകരം പരസ്പര സൗഹാർദ്ദത്തിൻ്റെയും സമവായത്തിൻ്റെയും പാതയിലൂടെ നമുക്ക് പോകാൻ കഴിയട്ടെ. വെള്ളാപ്പള്ളി സാറും ആ ശ്രീനാരായണ ഗുരുദേവൻ്റെയും മഹാത്മാഗാന്ധിയുടെയും പാതയിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.